MEMMAS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു ഫ്രൂട്ട് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ബോയിൽഡ് ഫ്രൂട്ട് കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നേരത്തെ ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഫ്രൂട്ട് കേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ പാത്രം നമ്മൾ ഉപയോഗിക്കണം. ഈ പാത്രത്തിൽ തന്നെയാണ് കേക്കിൻ്റെ ചേരുവകൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി വലിയ പാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര കളറൊക്കെ മാറി വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറിലേക്ക് ഇത് മാറണം. എന്നാലേ നമ്മുടെ കേക്കിന് നല്ല ബ്രൗൺ കളർ കിട്ടത്തുള്ളൂ. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചൊഴിക്കണം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ബോയിൽ ചെയ്യുവാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമ്മൾ 50 ഗ്രാമോളം കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കണം. പിന്നെ 50 ഗ്രാം കിസ്മിസ് ചേർക്കാം. പിന്നെ 50 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി, 50 ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചതാണ്. പിന്നെ 50 ഗ്രാം ചെറി ചെറുതായിട്ട് മുറിച്ചതാണ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് മിക്സി. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണേലും നമുക്ക് ചേർക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് മൊത്തത്തിൽ ഇതിൽ നമ്മൾ 250 ഗ്രാമോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് 150 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കാം. ആദ്യം കുറച്ച് ഓയിൽ തൂത്തിട്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ സാധാരണ വെള്ള പേപ്പർ ആണെങ്കിലും വെട്ടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കും കുറച്ച് എണ്ണ തൂക്കണം. പിന്നെ സൈഡുകളിലും കുറച്ച് പേപ്പർ വെച്ചിട്ട് അതിലും കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കേക്ക് ടിൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 മുട്ട ചേർക്കണം. അപ്പോൾ അതൊന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ആക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പട്ട, ഗ്രാമ്പൂ, ജാതിക്ക ഇത്രയും പൊടിച്ചതാണ്. ഇത് 1 ടീസ്പൂണോളം ഉണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ചേരുവകളൊക്കെ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയായി കിട്ടും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിന് നല്ല ടേസ്റ്റും വരും.
ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്പൂൺ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പൊയ്ക്കോളും. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് 5 അല്ലെങ്കിൽ 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. 7 മിനിറ്റ് കഴിഞ്ഞിട്ട് കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് കേക്ക് വേവിച്ചെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്ക് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ബട്ടർ പേപ്പറൊക്കെ കളയാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്